ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉണക്കച്ചെമ്മീൻ തക്കാളി കറിയാണ്. ആദ്യമായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടി ചൂടായി വന്നതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി, പച്ചമുളക് ഇവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്. ഞാനിപ്പോൾ ഒരു വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. ഇനി സവാള ഇപ്പോൾ നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ഒരു 1/2 സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. പൊടികൾ മൂത്ത് വന്നതിന് ശേഷം അല്പം കറിവേപ്പിലയാണ് അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 ഇടത്തരം തക്കാളിയാണ് ചെറുതാക്കി അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് തക്കാളിയിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതൊന്ന് അല്പസമയം മൂടി വേവിക്കാം. തക്കാളി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉണക്കച്ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം തല കളഞ്ഞു വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ല രീതിയിൽ ചെമ്മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് എടുക്കണം. തക്കാളി ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീനും തക്കാളിയും നല്ല രീതിയിൽ യോജിച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അല്പനേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരു 1-2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാവും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരൊറ്റ കറി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി ചോറ് കഴിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റുകൾ അറിയിക്കുക.